ഹരി ഓം. എല്ലാവർക്കും വിനീതമായ പ്രണാമം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ഈ വ്യാഴാഴ്ച മുതൽ നമ്മൾ ശ്രീമദ് ഭാഗവതം പഠിക്കാൻ ആരംഭിക്കുമെന്ന്. അതെ, ഇനി മുതൽ എല്ലാ വ്യാഴാഴ്ചകളിലും ഭാഗവതം ക്ലാസ് ഉണ്ടായിരിക്കും. എല്ലാ തിങ്കളാഴ്ചകളിലും ഭഗവത്ഗീത ക്ലാസ് ഉണ്ടായിരുന്നത് പോലെ ഇന്ന് നമ്മൾ ഭാഗവതത്തിൻ്റെ ഒരു മുഖവുരയാണ് കേൾക്കാൻ പോകുന്നത്. വരൂ, നമുക്ക് ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. 12 സ്കന്ധങ്ങളാകുന്ന വമ്പിച്ച കവരങ്ങൾ, 332 അധ്യായങ്ങളാകുന്ന ലളിതമായ ശാഖകൾ, 18,000 ശ്ലോകങ്ങളാകുന്ന അതിമനോഹരമായ പല്ലവങ്ങൾ, ഇങ്ങനെ പരിലസിച്ചു നിൽക്കുന്ന ശ്രീമദ് ഭാഗവതം എന്ന മഹാകൽപ്പവൃക്ഷത്തെ ആരാണോ ആശ്രയിക്കുന്നത് അവർക്ക് എന്താണ് പ്രാപ്തമാവുക? അല്ല, നമുക്കെന്താണിപ്പോൾ വേണ്ടതിവിടെ? നമുക്കെന്താണോ വേണ്ടത് അതെല്ലാം നമുക്ക് പ്രാപ്തമാകുമെന്ന് പറഞ്ഞാൽ ഭാഗവതം നമുക്ക് ഇങ്ങോട്ട് തരും. ഇതാ പിടിച്ചോളൂ, നീ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം ഞാൻ നിനക്ക് തരാം, നീ എന്നെ ഒന്നെടുത്ത് വായിച്ചാൽ മതി എന്നല്ല. ഇവിടെ മഹർഷി പറയുന്നത്, ഭാഗവതത്തെ നമ്മൾ ശ്രദ്ധയോടെ സമർപ്പിതമായ മനസ്സോടെ ശ്രവിച്ചാൽ തന്നെ, ആ ശ്രവിക്കുന്നതിൽ നമ്മുടെ ശ്രദ്ധയെ നാം കൊണ്ടുവന്നാൽ തന്നെ എന്തെല്ലാം തടസ്സങ്ങളാണോ നമ്മുടെ ജീവിതത്തിലുള്ളത് അതിനെ അതിജീവിക്കുവാനുള്ള മാർഗം നമുക്ക് മറ്റാരുടെയും സഹായമില്ലാതെ സ്വയം കണ്ടെത്താൻ സാധിക്കുന്നതാണ്. അതുമാത്രമല്ല, ധർമ്മ അർത്ഥ കാമ മോക്ഷം ഇവയെല്ലാം അനുഭവിച്ചുകൊണ്ട് നമുക്ക് ഈ ജീവിതത്തിൽ പൂർണ്ണമായൊരു സംതൃപ്തി, ജീവിച്ചതിൻ്റെ ഒരു സംതൃപ്തിയോടെ നമുക്ക് ഈ ശരീരം ഉപേക്ഷിക്കുവാനും സാധിക്കും. ഒരിക്കലും ഒരു കുറ്റബോധത്തോടെ, വിഷമത്തോടെ, അസംതൃപ്തിയോടെ ജീവിക്കേണ്ട ആവശ്യം നമുക്കുണ്ടാവുകയില്ല. അപ്പോൾ നിങ്ങളൊരു ചോദ്യം എന്നോട് ചോദിക്കണം, അല്ല, ഭഗവത്ഗീത പഠിച്ചാലും ഈ ഒരു മാനസികാവസ്ഥ നേടാൻ സാധിക്കില്ലേ? തീർച്ചയായിട്ടും സാധിക്കും. അപ്പോൾ പിന്നെ ഭാഗവതത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഭാഗവതത്തിൻ്റെ പ്രത്യേകത ഇതാണ്. ഭാഗവതം നമുക്ക് മനസ്സിലാക്കുവാൻ ഭഗവത്ഗീതയേക്കാൾ ഒരല്പം കൂടി സരളമായിരിക്കും. എന്തുകൊണ്ടാണെന്നല്ലേ? ഗീതയും ഭാഗവതവും ഒരേ കാര്യം തന്നെയാണ് നമുക്ക് നൽകുന്നത്, നമ്മെ പഠിപ്പിക്കുന്നത്. ഭഗവത്ഗീത നേരിട്ട് നമ്മെ വേദാന്തത്തിൻ്റെ അറിവിലേക്ക് കൊണ്ടുപോകുന്നു. അത് മനസ്സിലാക്കുവാൻ സൂക്ഷ്മമായ ബുദ്ധിയും ഏകാഗ്രതയും വേണം. ഇവിടെ ഭാഗവതവും വേദാന്തത്തിലെ അറിവിലേക്ക് തന്നെയാണ് നമ്മെ നയിക്കുന്നത്. പക്ഷേ നമ്മുടെ ജീവിതാനുഭവങ്ങളിലൂടെ ഈ തത്വത്തെ ഭാഗവതം ആവിഷ്കരിച്ചിരിക്കുകയാണ്. എന്നാൽ എന്താണ് നമുക്കൊരു ഗുണം? അത് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ ഒന്നുകൂടി സരളമായിരിക്കും. ഫിസിക്സ് ക്ലാസ്സിൽ പോയാൽ വളരെ ഡീപ്പായിട്ടുള്ള തിയറികൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് നമുക്കതിൽ ശ്രദ്ധയില്ലെങ്കിൽ നമ്മൾ ഉറക്കം തൂങ്ങിപ്പോകും. എന്നാൽ ലാംഗ്വേജ് ക്ലാസ്സിലാണെങ്കിൽ അവിടെ നമുക്ക് കാര്യങ്ങൾ എളുപ്പം മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൊണ്ട് നാം അത് ശ്രദ്ധിച്ചു കൊണ്ടിരിക്കും. അതുകൊണ്ട് ഇനി ആരുടെയും മനസ്സിൽ ഒട്ടും സംശയമുണ്ടാകരുത്. ഗീതയും ഭാഗവതവും ഒരേ സത്യത്തെ തന്നെയാണ് നമുക്ക് മുമ്പിൽ കാണിച്ചു തരുന്നത്. ഗീതയുടെ ഒന്നുകൂടി വിപുലീകൃതമായ രൂപമാണ് ശ്രീമദ് ഭാഗവതം. നോക്കൂ, സർപ്പദംശനമെന്ന ശാപം കാരണം 7ാമത്തെ ദിവസം തൻ്റെ ശരീരം ഉപേക്ഷിക്കേണ്ടി വരും എന്ന് മനസ്സിലാക്കിയ പരീക്ഷിത്ത് മഹാരാജാവിന്, ആ രാജാവിനെ തൻ്റെ എല്ലാ വിഷമങ്ങളിൽ നിന്നും ഭയത്തിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവന്ന് ജീവിതത്തെ അനുഗ്രഹീതമാക്കി തീർക്കുവാൻ വേണ്ടി ശ്രീ ശുകബ്രഹ്മർഷി അദ്ദേഹത്തെ അനുഗ്രഹിച്ച് രാജാവിന് പകർന്നു നൽകിയ ശ്രീമദ് ഭാഗവതത്തെ ആരാണോ ശ്രദ്ധാപൂർവം പഠിക്കുന്നത് അവരും എന്തിൽ നിന്ന് മുക്തരായിത്തീരും? അതെ, കാലസർപ്പഭീതിയിൽ നിന്ന് മുക്തരായി നമുക്കും നമ്മുടെ ജീവിതത്തെ അനുഗ്രഹീതമാക്കി തീർക്കാൻ സാധിക്കും. ഓ, അപ്പോൾ മരിക്കുന്നതിന് 7 ദിവസം മുമ്പ് ഞാൻ ഭാഗവതം കേട്ടാൽ മതി എന്നാരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? അരേ മിത്ര, യെ തത്വക്കു സമജ് ലീജിയേന. മരിക്കുന്നതിന് മുമ്പ് കേൾക്കണം എന്നല്ല അർത്ഥം. ശരീരം ഉപേക്ഷിക്കുന്നതിന് മുൻപെങ്കിലും ഒരേയൊരു തവണ മനസ്സിലാക്കാൻ സാധിച്ചാൽ പിന്നെന്താണ്? മുക്തരായി. എന്തിൽ നിന്ന് മുക്തരായി? ശരീരത്തിൽ നിന്ന് മുക്തരായെന്നോ? അല്ല, മനസ്സിൻ്റെ വിഷമങ്ങളിൽ നിന്നും ഭയത്തിൽ നിന്നും എന്നേക്കുമായി നമ്മൾ മുക്തരായി. completely freed from all
കൈൻഡ്സ് ഓഫ് ഡിഫിക്കൽട്ടീസ്. എൻ്റെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും തീരുമെന്നാണോ അങ്ങ് പറയുന്നത്? എങ്കിൽ വേഗം തരൂ, ഞാനൊരു ഗ്ലാസ് കുടിക്കട്ടെ. ഓ, അങ്ങനെ കുടിക്കാൻ പറ്റില്ലല്ലോ. കുറച്ചായിട്ടേ നമുക്കിത് പാനം ചെയ്യാൻ സാധിക്കൂ. ഇത് പാനം ചെയ്യും തോറും ഇതിൻ്റെ രസം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ ഈ ഭാഗവത ശാസ്ത്രത്തെ അനുഭവിച്ചറിഞ്ഞ മഹാത്മാക്കൾ നമ്മളോട് പറയുന്നത് എന്താണെന്നറിയണ്ടേ? കേൾക്കൂ. സാരേ സംസാരേ വിഷസങ്കാകുലതിയ ക്ഷണാർദ്ധം ക്ഷേമാർത്ഥം പിബത ശുഗാദാതുലസുതാം കിമർത്ഥം വ്യർത്ഥം വോ വ്രജത കുപതേ കുത്സിതകതേ പരീക്ഷിത് യത് സാക്ഷി യത് ശ്രവണഗതമുക്ത്യുക്തികഥനേ. ഹേ ജനങ്ങളെ, നോക്കൂ, ഈ ലോകത്തു നിന്ന് നിങ്ങൾക്ക് പ്രാപ്തമായ എന്തും അത് നിങ്ങൾക്ക് യഥാർത്ഥ ആനന്ദം നൽകിയിട്ടുണ്ടോ? ക്ഷണിക നേരത്തെ സന്തോഷം നൽകി പിന്നീട് ദുഃഖങ്ങളായി തീർന്നതല്ലേ നിങ്ങൾ അനുഭവിച്ച ഇത്രയും വർഷത്തെ ഈ ജീവിതം? അതുകൊണ്ട് ഇനിയെങ്കിലും ഈ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരിക്കലും അവസാനിക്കാത്ത സന്തോഷം അനുഭവിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? എങ്കിൽ വരൂ, ഒരല്പനേരം ഈ ഭാഗവത രസത്തെ പാനം ചെയ്യൂ. ഈ ഭാഗവതത്തിലൂടെ തന്നെ ജീവിതത്തെ പൂർണ്ണമാക്കാൻ സാധിക്കുമെന്ന് പരീക്ഷിച്ച് തെളിയിച്ചു കാണിച്ചു തന്നതല്ലേ എന്ന് നമ്മോട് വളരെ സ്നേഹത്തോടെ മഹാന്മാർ പറയുന്നു, ഋഷിമാർ പറയുന്നു. കലൗ ഭാഗവതി വാർത്ത ഭവരോഗ വിനാശിനി. ഈ കലിയുഗത്തിൽ സംസാര രോഗം ബാധിച്ച് അവശരായിരിക്കുന്ന നമുക്കേവർക്കും അതിൽ നിന്നും പുറത്തു കടക്കുവാനുള്ള ഏറ്റവും ഉത്തമമായ ഔഷധമെന്നത് ശ്രീമദ് ഭാഗവതത്തിൽ വിവരിക്കുന്ന കഥാമൃതമാണെന്ന് മഹർഷിമാർ നമ്മോട് വീണ്ടും വീണ്ടും പറയുന്നു. മുഖ്യമായി സേവിക്കേണ്ടത് ഈ ഭാഗവതത്തിലെ കഥാമൃതത്തെ തന്നെയാണ്. അതിനൊരവസരം എനിക്കും നിങ്ങൾക്കും കിട്ടിയതിൽ ഗുരുപരമ്പരകളോടും ജഗദീശ്വരനോടും ഓരോ നിമിഷവും കൃതാർത്ഥത അറിയിക്കട്ടെ. അതുകൊണ്ട് ഇനി മുതൽ നമുക്ക് ഗീതയും ഭാഗവതവും, തിങ്കളാഴ്ച ഭഗവത്ഗീതയും വ്യാഴാഴ്ചകളിൽ ഭാഗവതം ക്ലാസ്സുകളും ഉണ്ടായിരിക്കും. തുടർന്നുള്ള ഭാഗങ്ങൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. എന്തെങ്കിലും സംശയങ്ങൾ മനസ്സിലുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് എന്നെ അറിയിക്കാനുണ്ടെങ്കിൽ കമൻ്റായിട്ട് അറിയിക്കാൻ ഒരിക്കലും മടിക്കരുത്. നമുക്ക് വീണ്ടും ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. ഹരി ഓം, പ്രണാമം.